ലോകത്തിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി നടക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പെട്രോൾ അടിച്ചു മാറ്റിയും ബൈക്കിൽ കള്ളക്കടത്ത് നടത്തിയും ഒക്കെയാണ് ഈ രാജ്യത്തെ വണ്ടികൾ ഇപ്പോൾ ഓടുന്നത് തന്നെ. എന്നാൽ ഈ കാലം അത്രയും പാക് സൈന്യത്തിന്റെ ഒത്താശയോടെ നടന്നു വന്ന ഈ കള്ളക്കടത്ത് സാമ്രാജ്യമാണ് ഒരൊറ്റ സ്ഫോടനത്തോടെ ഇപ്പോൾ ചിന്നിച്ചെതറിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ വെടി തീർന്നു എന്ന് തന്നെ പറയാം. ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്കും ദിവസേന ഒഴുകുന്നത് ചില്ലറയൊന്നുമല്ല, 60 ലക്ഷം ലിറ്റർ പെട്രോളാണ്. അതും യാതൊരു നിയമവ്യവസ്ഥയും ഇല്ലാതെ കേവലം മോട്ടോർ ബൈക്കുകളിൽ മാത്രമായി. 70 ലിറ്ററിന്റെ 5ഓളം ക്യാനുകൾ ബൈക്കിൽ കെട്ടിവെച്ച് 300 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ കള്ളക്കടത്ത് നടക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ 1.5 കോടി ജനങ്ങളിൽ 24 ലക്ഷം പേരും ജീവിക്കുന്നത് ഈ കള്ളക്കടത്ത് തൊഴിലാളികളായിട്ടാണ്. ദിവസം 3000 മുതൽ 5000 രൂപ വരെയാണ് ഇവരുടെ കൂലി. ഈ പകൽക്കൊള്ളയ്ക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നതാകട്ടെ പാക് സൈന്യവും സർക്കാർ ഉദ്യോഗസ്ഥരും. കോടിക്കണക്കിന് രൂപയാണ് പാക് ജനറൽമാർക്ക് ഇതിൽ നിന്ന് കൈക്കൂലിയായി ദിവസവും ലഭിക്കുന്നത്. എന്തൊരു ഗതികെട്ട രാജ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബത്തോടെ കള്ളന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു രാജ്യം മുഴുവൻ കള്ളന്മാർ. അമേരിക്ക ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയുകയും ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുകയും ചെയ്തപ്പോൾ പല രാജ്യങ്ങളും പെട്രോൾ റേഷൻ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്ന് പാകിസ്ഥാനെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചത് ബലൂചിസ്ഥാൻ, സിന്ധ്, കറാച്ചി അതിർത്തികളിലൂടെ ഒഴുകിയ ഈ കള്ളക്കടത്ത് പെട്രോളാണ്. എന്തിന്? രാജ്യത്തെ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷ്യ എണ്ണയും കുളിക്കാൻ സോപ്പും തുണി അലക്കാൻ വാഷിംഗ് പൗഡറും വരെ ഇറാനിൽ നിന്ന് അതിർത്തി കടന്ന് കള്ളക്കടത്തായിട്ടാണ് പാകിസ്ഥാനിൽ എത്തുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഷഹബാസ് ഷരീഫ് സർക്കാർ ബോധപൂർവം കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു. കാരണം ഈ കള്ളക്കടത്ത് നിർത്തിയാൽ പാകിസ്ഥാൻ പട്ടിണി കിടന്ന് ചാകും. എന്നാൽ പാക് സൈന്യത്തിന്റെ ഈ കള്ളക്കച്ചവടത്തിനാണ് ഇപ്പോൾ വലിയൊരു ഇടിത്തി വീണിരിക്കുന്നത്. ബലൂചിസ്ഥാനിൽ അടുത്തിടെ ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ച് വൻ സ്ഫോടനം ഉണ്ടായതോടെ കള്ളക്കടത്ത് ശൃംഖല പൂർണ്ണമായും തകർന്നു വീണു. കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഇറാനിൽ നിന്ന് വന്ന 6 ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതോടെ പാകിസ്ഥാനിലേക്കുള്ള പെട്രോൾ വരവ് 60% ഇടിഞ്ഞത്. ഭിക്ഷ യാചിച്ചിട്ടും പണം കിട്ടാതെ വന്നപ്പോൾ അയൽ രാജ്യത്ത് നിന്ന് എണ്ണ മോഷ്ടിച്ച് വിറ്റ് കാശാക്കിയ ഒരു രാജ്യത്തിന്റെ സകല വഴികളുമാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. കള്ളക്കടത്ത് നിലച്ചതോടെ പെട്രോളുമില്ല, സൈന്യത്തിന് പണവുമില്ല എന്ന ഗതികേടിലാണ് പാകിസ്ഥാൻ. യാതൊരു നിയമവുമില്ലാത്ത മാഫിയകൾ ഭരിക്കുന്ന കള്ള പലിശകളുടെ ഒരു പരാജയപ്പെട്ട രാജ്യമാണ് തങ്ങളുടേതെന്ന് ലോകത്തിന് മുന്നിൽ അവർ തന്നെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.